ഹലോ ഗൈസ്. സോ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുന്നൊരു സാധനമാണ് മറ്റേ ചിയ സീഡ് രാത്രിയിൽ ഈ പാലിൽ ഇത് ചെയ്ത് ഡിസോൾവ് ചെയ്ത് വെച്ചിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കുന്ന സാധനം. സോ ഇതേവരെ ഞാനത് ട്രൈ ചെയ്തിട്ടില്ല. എപ്പോഴും ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഞാനത് കാണാറുണ്ട്, പക്ഷേ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. സോ എനിക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യണം എന്നുണ്ട്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻ ഇതാക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. യൂഷ്വലി എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് അത്ര വലിയ ഹെവി ആവുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല. പ്രത്യേകിച്ച് ഓഫീസിൽ പോകുന്ന ദിവസങ്ങളൊക്കെ എനിക്ക് രാവിലെ ഒത്തിരി ദോശയും അങ്ങനെ കഴിച്ചിട്ടൊന്നും പോകുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പം മിക്കവാറും ഞാനിപ്പോൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാറാണുള്ള രാവിലെ പതിവ്. പക്ഷേ ഈ പറയുന്നതിൻ്റെ കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്ന അത്ര ഒരു ഹെൽത്തി വേ ഓഫ് അല്ല എന്ന് തോന്നുന്നതുകൊണ്ട് എങ്ങനെയും എന്തെങ്കിലും ചെറിയൊരു രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നോക്കുമ്പോഴാണ് ഈ ഒരു ഇത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം എടുത്തേക്കുന്ന സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ആൽമണ്ട് മിൽക്കാണ്. ഇത് ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്, കാരണം എനിക്ക് തണുത്തതായിട്ട് നമ്മുടെ പച്ച മിൽക്ക് മീൻസ് ഈ പറയുന്ന പശുവിൻ്റെ പാൽ എനിക്ക് തണുത്തായിട്ട് അങ്ങനെ കഴിക്കുന്ന അത്ര ഇഷ്ടമല്ല. പക്ഷേ ആൽമണ്ട് മിൽക്കിൻ്റെ ടേസ്റ്റ് എനിക്ക് അത്ര ഒരു വിയേർഡായിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സംഭവത്തിന് വേണ്ടി മാത്രം ആൽമണ്ട് മിൽക്ക് യൂസ് ചെയ്യുന്നത്. പിന്നെ എടുത്തേക്കുന്നത് ചിയ സീഡാണ്. പിന്നെ ഇവിടെ ഒരു റോബസ്റ്റ പഴവും പിന്നെ ഒരു ഹാഫ് ആപ്പിൾ എടുത്തേക്കുന്നത്. പിന്നെ ഇതൊരു ഐറ്റം എന്ന് പറയുന്നത് ഒരു പുതിയ സാധനമാണ്. ഇത് ഞാനിപ്പം ഇന്നലെ വാങ്ങിച്ചതേ ഉള്ളൂ. പ്രോട്ടീൻ പൗഡർ. എനിക്കിതിൻ്റെ പ്രത്യേകിച്ച് യൂസ് എന്താണെന്ന് വലുതായിട്ട് അറിയത്തില്ല, പക്ഷെ ഞാൻ ഇന്നലെ ഒരു ഹാഫ്, ഇതൊരു 24 ഗ്രാം ആണ് ഈ ഫുൾ പാക്കറ്റ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു ഹാഫ് ഞാൻ ഇന്നലെ എടുത്തൊരു ചുമ്മാ ഒരു ഷേക്ക് ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു. സോ ഇതിൻ്റെ ഹാഫ് ബാക്കി പോർഷൻ ഞാൻ വിചാരിച്ചു ഈ ചിയ സീഡിലോട്ട് മിക്സ് ചെയ്യാമെന്ന്. ഓക്കെ, സോ ലെറ്റ് മീ ട്രൈ ഔട്ട്. ഫസ്റ്റ് എനിക്ക് തോന്നുന്നു അതൊരു ഓൾറെഡി സ്പൂൺ കിടപ്പുണ്ടായിരുന്നു. സോ ഫസ്റ്റ് ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ ഒരു സ്പൂൺ ചിയ സീഡ് ഇടുന്നു. ഒരു സ്പൂൺ മതിയായിരിക്കുമോ എന്നറിയില്ല, ബട്ട് സ്റ്റിൽ ഒരു സ്പൂൺ ഇട്ടു, കുറച്ചിട്ടു. ദെൻ ഈ പറയുന്നതിൻ്റെ കൂട്ട് മിൽക്ക് ഇവിടെ ആഡ് ചെയ്യാം. ഓക്കെ, കുറച്ചുകൂടെ ആഡ് ചെയ്യാൻ തോന്നുന്നു. ഓക്കെ, സോ ഇതെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. എനിക്കെപ്പോഴും ചിയ സീഡിൻ്റെ പ്രശ്നം, ഞാൻ ഇതിന് മുന്നേ ചിയ സീഡ് കഴിക്കുമ്പോൾ ഒക്കെ ഇത് ഭയങ്കരമായിട്ട് ഇതിങ്ങനെ മിക്സ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ കട്ട പിടിക്കും. കട്ട പിടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര വിയേർഡാണ് കഴിക്കാനായിട്ട്. അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം കുറച്ച് നല്ല രീതിയിൽ തന്നെ ഈ പറയുന്ന പോലെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ. ക്യാമറയുടെ പൊസിഷൻ ചേഞ്ച് ആവാതെ വേണം, കാരണം ഇപ്പോൾ അത് ക്യാമറയിൽ അതായത് ഫസ്റ്റ് ടൈം ആണല്ലോ വ്ളോഗൊക്കെ ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു കൺഫ്യൂഷൻ. നെക്സ്റ്റ് ഇനിയും ഈ പറയുന്ന പ്രോട്ടീൻ പൗഡറിൻ്റെ ഇതിൻ്റെ ഒരു ഫ്ലേവർ എന്ന് പറയുന്നത് ഒരു ലൈറ്റ് വേ ഓഫ് ലൈറ്റ് കൊക്കോ ആണ്. ഓവർലി കൊക്കോ അല്ല, പക്ഷെ എന്നാലും ലൈറ്റായിട്ട്. ഇത് ഞാൻ ഫുൾ ഇടാൻ പോവാണ്, കാരണം 12 grams ഓഫ് പ്രോട്ടീൻ നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇച്ചിരി ടേസ്റ്റ് കൂടെ വരുമെന്ന് തോന്നുന്നു. അപ്പം കുറച്ചൊക്കെ പുറത്ത് പോകുന്നത് ഈ ക്യാമറ പിടിക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം. ഓക്കെ, ഇച്ചിരി കൂടെ ഉണ്ട്. എന്നാലും സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഉണ്ട്. പിന്നെ രാത്രി 10:30-ക്കാണ് ഇത് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റേതായ ഒരു ചെറിയ പ്രശ്നം കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. സ്റ്റിൽ മിക്സ് ഇറ്റ്. കുറച്ച് ക്യാമറയോടെ പിടിച്ച് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് മെസ്സി ആവുന്നുണ്ട്, ബട്ട് സ്റ്റിൽ ലെറ്റ് മീ മിക്സ് ഇറ്റ്. ഞാൻ അഡീഷണലായിട്ട് ഷുഗറൊന്നും ആഡ് ചെയ്യുന്നില്ല, പക്ഷേ ഞാൻ വിചാരിച്ചു ഒന്ന് നോക്കാമെന്ന്. ഓക്കെ, ഇത് കുറച്ച് ഇങ്ങനെ കട്ടയായിട്ട് പിടിക്കുന്നുണ്ട്, മതിയായിരിക്കും തോന്നുന്നു. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സൗണ്ടിന് എന്തോ പ്രശ്നം പറ്റുന്നുണ്ട്. ഓക്കെ, ഇത് ഞാൻ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഇങ്ങനെ കട്ട പിടിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ശേഷം ഇനിയിപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബനാന കുറച്ച് ഡാർക്കായി, ആപ്പിളും ഡാർക്കായിട്ട്. മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ആക്ച്വലി ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ്, ഇവിടെ നേരത്തെ നമ്മൾ പണ്ട് വാങ്ങിച്ചു വെച്ച സ്റ്റാൻഡാണ്,
അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് യൂസ് ചെയ്തിട്ട് എന്ത് രീതിയിലാണെങ്കിലും എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ ലാസ്റ്റിൽ ആ ഒരു ഇത് വെച്ചിട്ട് ഇപ്പം ഞാൻ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടാണ് എടുക്കുന്നത്. ഓക്കെ. സോ ഇതിനകത്ത് ഇതേക്കിനിയും ആപ്പിൾ, സോ ഗൈസ് ഒന്ന് കട്ട് ചെയ്യേണ്ടി വന്നു, കാരണം ഞാൻ ഇതിനകത്ത് ആപ്പിൾ 2 ഇട്ടു. ഇനി ബാക്കി സാധനങ്ങളും കൂടെ ഇതിനകത്തോട്ടിടാൻ പോവുകയാണ്. ക്യാമറ പിടിച്ചത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടോ. ഓക്കെ, വീഴുന്നത് വീഴട്ടോ. ഓക്കെ, സോ ഇപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട്. അപ്പം നാളെ രാവിലെ നമുക്ക് എടുത്ത് നോക്കാം. ഓക്കെ, ബൈ. ഹലോ ഗൈസ്, പണി പാളിയെന്ന് തോന്നുന്നു. കാരണം ടേസ്റ്റ് ഉണ്ട്, പക്ഷെ നല്ല രീതിയിൽ കട്ടിയായിപ്പോയി. ഇത് ഐസ് ആയതാണോ, ഞാൻ ഫ്രിഡ്ജിൽ ഏറ്റവും ടോപ്പിൽ വെച്ചതാണോ എന്നറിയില്ല. ഹലോ ഗൈസ്, ഇതിൻ്റെ അവസ്ഥ കണ്ടോ? ഇന്നലെ ഞാൻ എടുത്ത് വെച്ചതാണ്. ഇത് കണ്ടോ, കുറച്ച് കട്ടിയായിപ്പോയി. ഞാൻ ഫ്രിഡ്ജിൽ നല്ല ഫ്രോസൺ ആയിട്ടിരിക്കുകയാണ്. ഇന്നലെ ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചതാണ്, പക്ഷേ എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റ് റോയിലെടുത്ത് വെച്ചതുകൊണ്ട് കുറച്ച് കൺസിസ്റ്റൻസി നല്ല രീതിയിൽ ഫ്രോസൺ ആയിപ്പോയി. പക്ഷേ ഞാനത് കുറച്ചിങ്ങനെ കുത്തി കുറച്ച് കഴിച്ചപ്പം ഐ തിങ്ക് ടേസ്റ്റ് വൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ ലെറ്റ് മീ വെയിറ്റ് ഫോർ കപ്പിൾ ഓഫ് അവേഴ്സ്. കുറച്ചുകൂടെ ഒന്ന് ഡീപ് ഫ്രോസ്റ്റ് ആയതിനു ശേഷം ലെറ്റ് സീ ലൈക്ക് ഹൗ ഇറ്റ് ഗോസ്. ഓക്കെ, ബൈ. Yeah, so guys, light ഇട്ടിട്ടില്ല, but still just want to show you that ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ, ലൈക്ക് അത് കുറച്ചുകൂടെ ഒന്ന് ബെറ്റർ ആയിട്ടുണ്ട്. ഇഫ് യു ലുക്ക് അറ്റ് ഹിയർ, ലൈക്ക് നല്ലൊരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് ഇപ്പോൾ. സീ, ആൻഡ് ഇറ്റ് ടേസ്റ്റ് ഗുഡ് ആസ് വെൽ. ആക്ച്വലി ഐ വോണ്ട് സേ ദാറ്റ് നല്ല ടേസ്റ്റ് നല്ലതായിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. ലെറ്റ്സ് സീ ലൈക്ക് എത്രമാത്രം കൺസിസ്റ്റൻ്റ് ആണെന്ന്. താങ്ക് യു.